വിയറ്റ്നാം പോയി കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ആയിട്ട് പറയുന്നൊരു സ്ഥലമാണല്ലേ സാപ്പ. അതുകൊണ്ട് തന്നെ നമ്മൾ സാപ്പയിലേക്ക് പോയിട്ടുണ്ടായത്. ഞാൻ എല്ലാ ഒരു പ്ലേസിനെ കുറിച്ചിട്ട് ഐഡിയ ഉണ്ടാക്കിയത് ലോങ് വീഡിയോ വ്ളോഗ്സ് ഒക്കെ കണ്ടിട്ടാണ്, ട്രാവൽ വ്ളോഗേഴ്സിൻ്റെ. പക്ഷേ സാപ്പേൻ്റെ ലോങ് വീഡിയോ ഞാനൊന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല. പിന്നെ സാപ്പ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ്. അവിടെ ഫാൻസി പാൻ ഉണ്ട്, കാറ്റ് കാറ്റ് വില്ലേജ് ഉണ്ട്, മോന കഫേ ഉണ്ട് എന്നൊക്കെ ഞാൻ ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. റീൽസും ഷോർട്സൊക്കെ കണ്ടു ഇതിൽ. അങ്ങനെ നമ്മൾ സാപ്പയിലേക്ക് പോയിട്ടുണ്ടായത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അവരുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് എല്ലാ സപ്പോർട്ടും വാങ്ങിയിട്ടുണ്ടായത്. ഓൾറെഡി നമ്മൾ പോയ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ അവരെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരാരും സാപ്പയിലേക്ക് പോയിട്ടുണ്ടായില്ല. അതുകൊണ്ട് സാപ്പേനെ കുറിച്ചിട്ട് വല്ല ഐഡിയ ഞങ്ങൾക്ക് ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കാറ്റ് കാറ്റ് വില്ലേജ് കൂടാണ്ട് കുറേ വില്ലേജസ് ഒക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഉള്ളത്. അതൊക്കെ വെച്ചിട്ട് കുറച്ച് സംഭവങ്ങൾ, അതായത് കുറച്ച് മിസ്റ്റേക്സ് നമ്മളെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട്. സാപ്പ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് പ്ലാനിങ് എടുക്കാത്തതുകൊണ്ട് ആ മിസ്റ്റേക്സ് ഒക്കെ അടങ്ങുന്ന ഒരു ലോങ് വീഡിയോ വ്ളോഗ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോട്ടോ. നമ്മൾ ഹനോയിന്ന് 2 ദിവസത്തെ ടൂർ പാക്കേജ് എടുത്തിട്ടാണ് സാപ്പയിലേക്ക് വന്നിട്ടുണ്ടായത്. ഫസ്റ്റ് ഡേ നമ്മൾ കാറ്റ് കാറ്റ് വില്ലേജിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായത്. ശരിയായ ഗ്രാമീണ ഭംഗി നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ശാന്തതയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടുത്തെ കുട്ടികളൊക്കെ കളിക്കുന്നതാണ് നമ്മളെ 90s കിഡ്സിൻ്റെ ബാല്യം ഓർമ്മ വരുന്നത്. ഫോണൊന്നും ഇല്ലാതെ ആ ഒരു കാലഘട്ടമില്ലേ, അത് ഓർമ്മ വരും നമുക്ക്. എന്തോ ഒരു ഭയങ്കര ഒരു സമാധാനം ശാന്തതയും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത്. നമ്മൾ പണ്ട് നോവലുകളിലൊക്കെ വായിച്ച് മറന്ന ആ ഒരു ഗ്രാമീണ ഭംഗിയില്ലേ, കുന്നിൻ ചെരുവുകളും ആടുകളും മേടുകളും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പണ്ടൊക്കെ കുറേ ബുക്സൊക്കെ വായിക്കുന്നു. ഇപ്പം ഞാൻ കുറേ ആയി വായിക്കാതെ. അപ്പോൾ അതൊക്കെ ഓർമ്മ വരുന്ന രീതിയിലുള്ള ഒരു നൊസ്റ്റാൾജിക് വൈബുള്ള ഒരു ഗ്രാമീണ ഭംഗിയാണ് കാറ്റ് കാറ്റ് വില്ലേജിൽ. അപ്പോൾ അതൊക്കെ കണ്ട് മുന്നോട്ടേക്ക് പോകുമ്പം പിന്നെ ഇവരുടെ കൾച്ചറും ഇവരുടെ ട്രഡീഷനൊക്കെ ഇവർ നമുക്ക് പറഞ്ഞു തരും, എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇവർ ഡ്രസ്സൊക്കെ നെയ്തെടുക്കുന്നൊക്കെ കാണിച്ചു തരുവേ. അതുപോലെ ഒരു ഭാഗത്ത് ഇവരുടെ സ്റ്റേജ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് നമുക്ക് റെൻറ്റിന് എടുത്തിട്ട് വെയർ ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഡ്രസ്സ് കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതിന് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് തരും. എക്സ്ട്രാ പൈസ വാങ്ങും, പക്ഷെ അവർ ഹെയർ മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അതിട്ടിട്ട് ഇങ്ങനെ ഒരുങ്ങിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ ഞാൻ മോൾക്ക് റെൻ്റ് എടുത്തിട്ടുണ്ടായിന്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിന്. ചെറിയൊരു സങ്കടകരമായ ഒരു അനുഭവം ഉണ്ടായി അവിടെ. അതൊക്കെ ഞാൻ എൻ്റെ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അങ്ങനെ മനോഹരമായൊരു വൈബാണ് ഇവിടെ. മസ്റ്റ് വിസിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറ കേട്ടോ.